എല്ലാവരുടെയും ഒരു സംശയമാണ് എന്തിന് ഇൻറ്റീരിയർ ഡിസൈൻ നമ്മൾ പ്ലാൻ വരയണ സമയത്ത് തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു വീടിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ താഴെ ഇൻറ്റീരിയർ ഡിസൈൻ്റെ വീഡിയോ ആണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതുപോലത്തെ ഡബിൾ ഹൈറ്റും അല്ലെങ്കിൽ ആ ഒരു പാർട്ടീഷൻ ഡിസൈന് സ്റ്റീലിലാണ്, ഏറ്റവും ബഡ്ജറ്റായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഡിസൈനും എല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. നമുക്ക് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോക്ക് വർക്കിൽ കാണുന്ന ഒരു 2 സ്ക്വയർ വർക്ക് ഒക്കെ നമുക്ക് ഡിസൈൻ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ല പ്ലാസ്റ്റർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ വർക്കും കാര്യങ്ങളും കൂടുതൽ വരും. ഇപ്പോൾ ഈ കാണുന്ന കിച്ചൺ ഐലൻഡ് കിച്ചൺ മോഡലാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു വിൻഡോ ഡിസൈനും വിൻഡോൻ്റെ ടോപ്പിലായിട്ട് എത്ര കബോർഡ് വരുന്നു അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അളവ് എത്രത്തോളം വരുന്നു അതൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് സ്റ്റെയറിൻ്റെ പോർഷനാണ്. ലാൻഡിങ് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി വാളുമ്മ ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വാളുമ്മ നമുക്ക് സ്റ്റെപ്പിൻ്റെ സ്റ്റീൽ വർക്കും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.